നകുലിതെപ്പോഴാ വന്ന്? ഞാൻ വന്നിട്ട് കുറെ സമയമായി. എനിക്ക് ശ്രേയയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാ നിനക്ക് കൊട്ടേഷൻ തന്നത്. അപ്പതേ പുതിയ പ്രശ്നമായി നീ. തമാശയല്ല ഞാൻ പറഞ്ഞത്. തമാശയാണെന്ന് ആരാ പറഞ്ഞേ? ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. അതൊന്നുമല്ല, ഞാനിന്ന് വന്നിറങ്ങിയപ്പോ ഇവിടെ ആരോ എന്നെ ആക്രമിച്ചു. ആഹാ, കിട്ടിയോ? അതെ, അതിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇതിനു മുമ്പ് എനിക്കൊരു അനുഭവമുണ്ട്. അപ്പൊ അത് സ്വപ്നമാണെന്ന് പറഞ്ഞ് നീ എന്നെ വിശ്വസിപ്പിച്ചു. ആരെന്നെ കൊല്ലം നോക്കിയേ? എനിക്കറിയില്ല. ഇവിടെ ആരും കണ്ടില്ലല്ലോ. നകുല് ചിലപ്പോ സ്വപ്നം കണ്ടതായിരിക്കും. ഇപ്പൊ എനിക്ക് ഉറപ്പായി അത് സ്വപ്നമൊന്നും ആയിരുന്നില്ല. ശരിയാ, അന്ന് നീ കണ്ടത് സ്വപ്നമൊന്നും ആയിരുന്നില്ല. വെറുതെ നകുല് പേടിക്കാതിരിക്കാനാ ഞാൻ അങ്ങനെ നുണ പറഞ്ഞത്. എന്തൊക്കെ പറയുന്നു ശ്രേയ? തെളിച്ചു പറ. ശരി, തെളിച്ച് വ്യക്തമായിട്ട് പറയാം. നകുലിനെ ആക്രമിച്ചത് ഗൗരിയ, മഹിയേട്ടന്റെ മുൻ ഭാര്യ, മാളുവിന്റെ അമ്മ. ഗൗരിയോ? അതെ, ഗൗരിയുടെ ആത്മാവ്. മാളുവിന് കാവലായി അവൾ ഈ കൈലാസത്തില് തന്നെയുണ്ട്. അപ്പോ ഗൗരിയുടെ ആത്മാവ് നിന്നെ ഉപദ്രവിക്കണമെങ്കിൽ നീ മാളുവിനെതിരായി എന്തോ ചെയ്തിട്ടുണ്ട്. എന്താ അത്? എന്താ ഉത്തരവില്ലേ? പിന്നെ എന്തിനുള്ള ഉത്തരം ശ്രേയക്ക് വേണ്ടത്? ചോദിച്ചോ. നീയല്ലേ മാളുവിനെ തട്ടിക്കൊണ്ടുപോയത്? അതെ, മാളുവിനെ തട്ടിക്കൊണ്ടുപോയത് ഞാനാ. പക്ഷെ ആ കൊട്ടേഷൻ കൊടുത്തത് നീയല്ലേ. അധികം അഭിനയമൊന്നും വേണ്ട, എനിക്കെല്ലാം വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ രണ്ടാൾക്കും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇത് നിനക്ക് ആരോടെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. പക്ഷെ ഞാൻ കഥ തുടക്കം മുതലേ അങ്ങ് പറയും, അത്രേ ഉള്ളൂ. എല്ലാം താങ്ങാൻ ശ്രേയ തയ്യാറാവണമെന്ന് മാത്രം. ഞാനാരെയും ഒന്നും അറിയിക്കാൻ പോകുന്നില്ല. അതൊക്കെ അങ്ങനെ ആയാൽ ഞാനും ഒന്നും മിണ്ടില്ല, അതുപോലെ. ഞാൻ മുത്തശ്ശി ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി വന്നതാ. വന്നാ മൂടങ്ങ് പോയി. ഇനിയിപ്പോ നാളെ പറയാം. എന്താ കാര്യം? പേടിക്കണ്ട, ഇരിക്കുന്ന കൊമ്പ് നകുൽ ഓടിക്കില്ല. അപ്പൊ പിന്നെ ഞാൻ പോട്ടെ, നാളെ കാണാം.